ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് ആൻഡ് കെയറിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വഴുതനങ്ങ ഉപയോഗിച്ചുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ്. നിങ്ങളെൻ്റെ ഈ വീഡിയോസൊക്കെ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വഴുതനങ്ങ ഉപയോഗിച്ചുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണിത്. ഇതിന് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ഞാനിങ്ങനെ ചീകിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കത്തി കൊണ്ട്. പിന്നെ മല്ലി, സാദാ ജീരകം, പിന്നെ എള്ള്, വെള്ള എള്ളാണ്, അതുപോലെ പട്ടിയും 2 ഗ്രാമ്പുവും, പിന്നെ കുറച്ച് കടല, പച്ചക്കടലയാണത്. തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് കൊപ്പരയാണെങ്കിൽ അതും ഉപയോഗിക്കാം. വഴുതനങ്ങ ഈ സമയത്ത് നമുക്ക് ഒന്ന് മുറിച്ചിട്ട് കഴുകി വെക്കണം, വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇപ്പോൾ കാണിച്ച ഡ്രൈ ഐറ്റംസ് എല്ലാം ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ ഈ സെസമി സീഡ്സ്, അതായത് എള്ളും സാദാ ജീരകവും കുറച്ച് എല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇട്ടാൽ കരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ എല്ലാം ഒന്ന് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം മിക്സർ ജാറിലിട്ടിട്ട്, തണുത്തതിന് ശേഷം മാത്രം. നമുക്ക് കറിയാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉള്ളി വഴറ്റിയെടുക്കണം. ഞാൻ ഉപ്പും കൂടെ തന്നെ ചേർത്തിട്ടുണ്ട് വഴറ്റുന്ന സമയത്ത്. അപ്പോൾ ഉള്ളി വേഗം വഴന്നു വരികയും ചെയ്യും, പിന്നെ ഉള്ളിയിലേക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നന്നായി കയറുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുകയാണ്. കൂടെ തന്നെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കെല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഈ റോസ്റ്റ് ചെയ്തത് തണുക്കുന്ന സമയത്ത് അതിലേക്ക് ഞാനൊരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ മസാലയിൽ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ മുറിക്കുമ്പോൾ അപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം, അല്ലെങ്കിൽ വഴുതനങ്ങ പെട്ടെന്ന് കറുത്തു പോകും. മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കഴുകുന്ന സമയത്ത് നന്നായി കഴുകിയിട്ട് സാദാ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് നന്നായി കഴുകിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് രൂപത്തിലുള്ള ആ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്താൽ മാത്രമേ അത് നന്നായി അരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ വഴുതനങ്ങ നന്നായി വേവുന്നത് വരെ കുക്ക് ചെയ്യണം. കറിവേപ്പില ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. വഴുതനങ്ങ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർക്കുള്ള ഒരു നല്ല കറിയുടെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതൊന്നുകൂടി പറയുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.